30കളിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് അച്ഛൻ. അന്ന് കോൺഗ്രസിൻ്റെ KPC സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്നു. അതേ അവസരത്തിൽ തന്നെ മാതൃഭൂമിയുടെ പത്രാധിപരായും അച്ഛൻ പ്രവർത്തിച്ചു. അപ്പോൾ അതിൻ്റെ ഒക്കെ ശേഷമാണ് 37-ൽ അവരെല്ലാം കോൺഗ്രസ്സിലുണ്ടായിരുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ പേര് രൂപീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു. പിന്നെ EMSഉം P കൃഷ്ണപിള്ളയും K ദാമോദരനും KP ഗോപാലനും ഉൾപ്പെടെ അച്ഛനും ഉൾപ്പെടെ 5 പേര് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു. അച്ഛൻ KPC സെക്രട്ടറി ആയിരുന്നു, പിന്നെ കൃഷ്ണപിള്ള പ്രസിഡൻ്റായിരുന്നു. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത് 1937-ലാണ്. കൺഫർമേഷൻ ആയത് 1939-ലുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം കോൺഗ്രസ് ആയിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോഴും കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പോലീസിൻ്റെ കീഴിലും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ കോൺഗ്രസ് ഭരണത്തിൻ്റെ കീഴിലും ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഏതാണ്ട് 6 കൊല്ലത്തോളം വിയ്യൂർ സെൻട്രൽ ജയിലിലും അതുപോലെ മലബാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം. മലബാർ അന്ന് മദ്രാസിയിലെ ഒരു ജില്ലയാണ്, മദ്രാസ് സംസ്ഥാനത്തിലെ ജില്ലയാണ്. അപ്പോൾ അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വെല്ലൂരിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ജയിലിൽ പാർപ്പിച്ചിരുന്നു. ഏതാണ്ട് 5-6 വർഷത്തോളം ജയിലിൽ പാർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് പുറത്ത് വരാൻ പറ്റിയതും. കോൺഗ്രസ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം KPC സെക്രട്ടറിയുമായിരുന്നു, മാതൃഭൂമിയുടെ പത്രാധിപരുമായിരുന്നു, കുറേ കാലം പ്രവർത്തിച്ചു. അപ്പോൾ അത് ശേഷമാണ് 37-ൽ ആലോചന തുടങ്ങി 39-ൽ അദ്ദേഹവും EMS ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത്. അതിനുശേഷവും അദ്ദേഹം പത്രപ്രവർത്തകൻ ആയിരുന്നു. ദേശാഭിമാനി പത്രാധിപരായി കുറേ കാലം പ്രവർത്തിച്ചു. പിന്നീട് തൃശ്ശൂരിൽ അവിടെ നിന്ന് റിട്ടയറിന് ശേഷം തൃശ്ശൂരിൽ വന്നതിന് ശേഷം നവജീവൻ്റെ ചുമതലയും വഹിച്ചു. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അന്ധത ബാധിച്ചു എന്നുള്ളതാണ്. കാഴ്ച വളരെ കുറവാണ്, നടക്കാൻ പോലും പറ്റില്ല, അതിന് പരസഹായം വേണം, വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ അതേ സമയത്ത് വായന മുടക്കാറില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തിട്ടുള്ളത് പത്രം അതും അതുപോലെ ലേഖനങ്ങളായാലും പുസ്തകമായാലും ഒക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പലപ്പോഴും ഞാനാണ് ഈ വായന നടത്തിപ്പോന്നിരുന്നത്. അതുകൊണ്ട് കുറേ എനിക്കും വിവരം കിട്ടിയെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ആയിരുന്നു ആ കാലം. അന്ന് പിന്നെ അവസാന കാലത്ത് ഈ അന്ധത അദ്ദേഹത്തെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. നടക്കണമെങ്കിൽ പരസഹായം വേണം, വേറെ എവിടെയും പോവില്ല, വല്ല പോകണമെങ്കിൽ കാറിൽ പോയി വേറെ ആളുടെ സഹായത്തോടെ. അതേ സമയത്ത് തന്നെ അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു. അതിനു മുമ്പ് കോഴിക്കോട് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പത്രമാണ്. അതിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് മാതൃഭൂമിയിൽ നിന്ന് വന്ന് KP കേശവമേനോൻ സിലോൺ ഹൈക്കമ്മീഷനായിട്ട് പോയ ഒഴിവിൽ അദ്ദേഹത്തെ മാതൃഭൂമി പത്രാധിപരായി നിയമിച്ചു. കുറേ കാലം അദ്ദേഹം വർത്തിച്ചു. പിന്നെ അതിനുശേഷം അപ്പോഴേക്കും കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയത്. കോൺഗ്രസ്സിലിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി പലതും ചെയ്തിരുന്നു. അങ്ങനെ അവസാനം എല്ലാം കൂടി 37-ൽ EMS അടക്കമുള്ള 6-7 നേതാക്കൾ ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കീഴിലും ഏതാണ്ട് 6-7 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു. 2-3 പുസ്തകങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാലിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെ. അതുപോലെ വാട്ട് ഈസ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലയാളത്തിൽ അരനൂറ്റാണ്ടിലൂടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിലിരിക്കുന്ന അവസരത്തിൽ പത്രം ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ മുഖപ്രസംഗമായിട്ടും അതുപോലെ എഡിറ്റ് പേജിലെ ലേഖനമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മദ്രാസിയിൽ സോവിയറ്റ് നാടിൻ്റെ ഒരു ഓഫീസുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അച്ഛനെ കാണാൻ വേണ്ടി വന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കുറച്ച് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാൻ PN പറ്റുമോ? PN ആണ് പറഞ്ഞിരുന്നത്. പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് ചില പുസ്തകങ്ങൾ, സോവിയറ്റ് നാടിൻ്റെ പുസ്തകങ്ങൾ ചിലത് വന്നു, സ്റ്റാലിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെ. ഇത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അരനൂറ്റാണ്ടിലൂടെ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ അതിനും എഴുതാൻ പറ്റാത്തതുകൊണ്ട് പറയും ഞങ്ങൾ എഴുതി സഹായിച്ച് അങ്ങനെ ഒക്കെ ആയിരുന്നു അവസാന കാലം. പിന്നെ അവസാനം
ഇടയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അദ്ദേഹം അന്ന് TV തോമസ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പാലക്കാട്ട് വന്നിട്ട് അച്ഛനെ വിളിച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്നൊരു 30 കിലോമീറ്റർ അകലെയാണ് അച്ഛൻ്റെ വീട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടുന്ന് പോകണം. പിന്നെ ഒരു കാറ് വിളിച്ച് അദ്ദേഹം ഒറ്റപ്പാലം വഴി പോണ വഴിക്ക് ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ വേറൊരു ലോറിയുടെ പുറകിലിടിച്ച് കുറച്ച് അപകടം പറ്റി. അപ്പോൾ അച്ഛന് ബോധമില്ലാണ്ടായി. അപ്പോൾ ഞാനങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അപ്പോൾ വിവരം പറഞ്ഞ് ഞങ്ങൾ വേഗം പോയ സമയത്ത്, അപ്പോൾ ആദ്യം പറഞ്ഞത് വളരെ മോശമായ റിപ്പോർട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം ആസ്പത്രിയിൽ കിടക്കുന്നത്, ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മ അന്ന് എൻ്റെ കൂടെയായിരുന്നു. ഈ വിവരം പറഞ്ഞ് അമ്മയും ഞാനും കൂടിയാണ് കാറിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ആശ്വാസം. ഞങ്ങളിപ്പോൾ കേട്ടത് തീർന്നു പോയി എന്നുള്ള ഒരു ഇതായിരുന്നു ആദ്യത്തെ കേട്ടത്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം മരിച്ചിട്ടില്ല, പക്ഷേ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. അങ്ങനെയാണൊരു ഇതുണ്ടായത്. അത് അധികം വയസ്സായിട്ട് 63-64 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ അദ്ദേഹം MP ആയിരുന്നു. 52 മദ്രാസിലെ ഒരു ജില്ലയായിരുന്നു മലബാർ അന്ന്. അപ്പോൾ ആ അവസരത്തിൽ മലബാർ എന്നുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. രാജ്യസഭയിൽ അംഗമായി. അപ്പോൾ 52 മുതൽ ആണ് ആദ്യത്തെ രാജ്യസഭയിൽ അംഗമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, നെഹ്റു അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്തോ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഇതാകുമ്പോൾ പറഞ്ഞു, മെമ്പറിൻ്റെ അത്രയും ഭാവന എനിക്കില്ലാതെ പോയത് എനിക്ക് സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞ് നെഹ്റു. അപ്പോൾ അതൊക്കെ അന്നത്തെ എഴുതിയതിൻ്റെ ഓർമ്മയാണ് എനിക്ക് കേട്ടോ. ആ രീതിയിൽ അതുപോലെ പരിഭാഷയായിരുന്നു മെയിൻ. കാരണം ജീവിക്കാൻ വേറെ MP ആയിരുന്നെങ്കിലും പിന്നെ പെൻഷനില്ല. അപ്പോൾ ജീവിക്കാൻ വേറെ വീട്ടിൽ കൃഷിയും പട്ടിണി കിടക്കില്ല. പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് പൈസ കിട്ടാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരിക്കൽ സോവിയറ്റ് ലാൻഡിൻ്റെ ഒരാൾ മദ്രാസിൻ്റെ ഒരാൾ ഇവിടെ അച്ഛനെ പരിചയമുള്ള തിരുമേനി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒന്നിങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഞങ്ങളുടെ കുറേ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാറുണ്ട്, അപ്പോൾ ഞങ്ങൾ അയച്ചു തരാം, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ശേഷം അദ്ദേഹം അത് ചോദിച്ചു. അതിൽ കുറേ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞാൻ ഇംഗ്ലീഷ് വായിച്ചു കൊടുക്കും, അദ്ദേഹം മലയാളം പറയും, ഞാനത് എഴുതിയെടുക്കും. അങ്ങനെ കുറേതായിട്ട് ഒരു 3-4 പുസ്തകങ്ങൾ സ്റ്റാലിൻ്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഉൾപ്പെടെ സോവിയറ്റ് പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അന്നാണ് കുറച്ച് പൈസ അവിടുന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അക്കാലത്ത് ജീവിച്ചിരുന്നത്. കൃഷി വീട്ടിലുണ്ടായതുകൊണ്ട് പട്ടിണി കിടന്നിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷമാശീലം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്ന, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടൊരു കാര്യം. ഭയങ്കര ക്ഷമയാണ്. എന്ത് ഇതുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറയാം, സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഊണ് കഴിക്കാൻ അരമണിക്കൂർ വൈകിയാൽ നമുക്ക് ദേഷ്യം പെട്ടിട്ടാവും. അത് അങ്ങനെയുള്ള ഒരു ഇതുമില്ലാതെ, വളരെ ചാഞ്ചല്യവും കൂടാതെ, ഒരു ദേഷ്യവും വരാതെ, അങ്ങനെ എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമാശീലം അദ്ദേഹത്തിൻ്റെ അതിനെ കുറച്ചെങ്കിലും ഞാൻ പകർത്തിയത് അദ്ദേഹത്തിൽ നിന്നാണെന്ന് സ്നേഹത്തോടെ ഞാൻ ആലോചിക്കുകയാണ്. റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം നവജീവനിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു തൃശ്ശൂർ. അപ്പോൾ അന്ന് കോൺഗ്രസിന് രാജിവെച്ച് അവരെല്ലാം EMS അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ആ അവസരത്തിൽ നവജീവൻ എന്ന് പറയുന്ന CPIയുടെ ഒരു പത്രം തൃശ്ശൂരുണ്ടായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു അതിൻ്റെ പത്രാധിപർ, സ്ഥാപകൻ. അതിൽ ജനറൽ മാനേജറായിട്ട് അച്ഛൻ വന്ന് സാധിച്ചു. ആ അവസരത്തിലും എഴുതുമായിരുന്നു. അപ്പോൾ എഴുതുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ലേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. ഇംഗ്ലീഷ് ഞാൻ വായിച്ചു കൊടുക്കും, അദ്ദേഹം മലയാളത്തിൽ പറയും, അത് എഴുതും. ആ രീതിയിലാണ് അവസാനം ജീവിക്കാനുള്ള കുറച്ച് കാശ് സോവിയറ്റ് ലാൻഡിൽ നിന്നാണ് കിട്ടിയിരുന്നത്.